പ്രിൻസ് ഷിയാൻ തിരിച്ചെത്തിയതോടെ മന്ത്രി സാങ്ങിന് ആശ്വാസമാവുന്നുണ്ട്. എന്തായാലും ഇത്തവണ യാൻഷിൻ പറഞ്ഞതുപോലെ പ്രിൻസിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, സുരക്ഷിതമായി അയാൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യാൻഷിൻ പറയുന്നതൊക്കെ വിശ്വസിക്കാം, തങ്ങളുടെ നല്ലൊരു സ്പൈ ആയിട്ട് അവളെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് മന്ത്രി ഇപ്പോൾ കരുതുന്നത്. ആ വിവരം പ്രിൻസിനോടും പറയുന്നുണ്ട്. യാൻഷിൻ അടുത്ത ഒരു ദിവസം ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് അവളുടെ ചേച്ചിയുടെ ഭർത്താവ് വഴിയിൽ വെച്ച് അപമാനിക്കുന്നത് കാണാനിടയാവുന്നു. മുമ്പ് വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഭർത്താവ് തന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെയാണല്ലോ ചേച്ചി പറഞ്ഞത്. അതെല്ലാം നുണയായിരുന്നു എന്ന് യാൻഷിങ്ങിന് മനസ്സിലാവുന്നുണ്ട്. അവൾ വേഗം അവിടേക്ക് ചെന്ന് അവിടെ കൂടിയിരുന്ന ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ചേച്ചിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ കണ്ടത് ചേച്ചിക്ക് ശരിക്കും അപമാനമാവുന്നുണ്ട്. നിന്റെ ഭർത്താവ് നിന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണിച്ച് എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ നീ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ടിട്ട് ചേച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. സീരിയൽ മർഡർ കേസ് അത്ര വിദഗ്ധമായി തെളിയിച്ചതിനെ അഭിനന്ദിക്കാനായി രാജ്ഞി യാൻഷിങ്ങിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു. അവൾ ചെല്ലുമ്പോഴൊക്കെ ഷെന്തുവിന്റെ ഭാര്യ എന്ന രീതിയിലാണ് രാജ്ഞി അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കേസ് തെളിയിച്ചതിന് അവൾക്ക് എന്തെങ്കിലും സമ്മാനം നൽകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് സമ്മാനമാണ് നൽകേണ്ടതെന്ന് അറിയില്ല. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞോളാൻ രാജ്ഞി അവളോട് പറയുന്നു. ഇനി മുതൽ എന്നെ ഷെന്തുവിന്റെ ഭാര്യ എന്ന രീതിയിൽ വിളിക്കാതെ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിലെ ക്ലർക്ക് എന്ന രീതിയിൽ വിളിച്ചാൽ മതി എന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. രാജ്ഞി അത് സമ്മതിക്കുന്നു. മാത്രമല്ല സ്വന്തം ജോലിയിൽ അവൾ അഭിമാനം കൊള്ളുന്നതിൽ രാജ്ഞിക്കും സന്തോഷമാവുന്നുണ്ട്. മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ സ്ത്രീകളായിട്ട് കുറച്ച് ജോലിക്കാരുണ്ടെങ്കിലും അവരുടെ പ്രധാന ജോലികൾ ക്ലീനിങ്ങും മറ്റുമാണ്. അല്ലാതെ കേസുകളൊന്നും അന്വേഷിക്കാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് കിട്ടാറില്ല. പുരുഷന്മാരെ പോലെ തന്നെ ഞങ്ങൾക്കും അതിനുള്ള പെർമിഷൻ നൽകിയാൽ അത് വലിയൊരു കാര്യമായിരിക്കും എന്നും യാൻഷിൻ രാജ്ഞിയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. രാജ്ഞി അതിനും ഉള്ള പെർമിഷൻ നൽകുന്നു. എന്നെപ്പോലെ ഒരാൾക്ക് ഈ രാജ്യം ഭരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ജോലികൾ ഉറപ്പായും നന്നായി ചെയ്യാൻ കഴിയും. പക്ഷെ ഇവിടെ വരെ എത്തിപ്പെടാൻ നമ്മൾ നന്നായി ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞ് രാജ്ഞി അവൾക്ക് ധൈര്യം നൽകുന്നുമുണ്ട്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കേസ് അന്വേഷിക്കാനുള്ള രാജ്ഞിയുടെ ഓർഡർ അപ്പോൾ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. യാൻഷിൻ തിരികെ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ എത്തിയ സമയത്താണ് ഇൻസ്പെക്ടർ ഷു നേരത്തെ കൊല്ലപ്പെട്ട മിനിസ്റ്ററുടെ മകന്റെ കേസിനെ കുറിച്ച് ഒരു വിവരം നൽകാനായി അവിടെ എത്തിയത്. പക്ഷെ മന്ത്രി വു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യാൻഷിങ്ങിനോടാണ് അദ്ദേഹം വിവരം പറഞ്ഞത്. സീരിയൽ മർഡർ കേസിന്റെ ഭാഗമായിട്ടാണ് മന്ത്രിയുടെ മകൻ കൊല്ലപ്പെട്ടതെങ്കിലും അതിനു മുമ്പ് തന്നെ അയാൾക്ക് വിഷം നൽകാൻ ആരും ശ്രമിച്ചിരുന്നു എന്ന സംശയം യാൻഷിങ്ങിനും ഷെന്തുവിനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇൻസ്പെക്ടർക്ക് ഒരു ക്ലൂ കിട്ടിയിരിക്കുകയാണ്. മുമ്പ് ഇവർ പോയ ദാസിപുരയിലെ നടത്തിപ്പുകാരെയാണ് വിഷം നൽകിയത് എന്ന് ഷു അവളെ അറിയിക്കുന്നു. അവൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിനൊപ്പം അവിടേക്ക് ചെന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവൾ ആ മർഡർ കേസ് അങ്ങനെ തെളിയിച്ചത് കാരണം മുമ്പ് അതിന്റെ കുറ്റം ഏറ്റെടുത്ത് തടവിലായിരുന്ന രാജ്ഞിയുടെ ആയുധങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ലിയാങ് സ്വതന്ത്രനായിരുന്നു. ഷെന്തു അയാളെ കാണാനായി അവിടെ ചെന്ന സമയത്താണ് യാൻഷിങ് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അസിസ്റ്റന്റ് വന്ന് അവനോട് പറഞ്ഞത്. അങ്ങനെ അവൻ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. യാൻഷിങ് ഈ സമയം പിടിച്ചുകൊണ്ടുപോയ ആ കുറ്റവാളിയെ ചോദ്യം ചെയ്യുകയായിരുന്നു. അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊല്ലപ്പെട്ട ആളുടെ അച്ഛനായ മന്ത്രിയുമായി അവർക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും അവർ ഗർഭിണിയായിരുന്നുവെന്നും ആ കുട്ടിക്ക് ഭാവിയിൽ ദോഷങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അയാളുടെ മൂത്ത മകനെ കൊല്ലാൻ തീരുമാനിച്ചത് എന്നുമൊക്കെയാണ് അവർ അവളോട് പറഞ്ഞത്. അവർ തന്നെയാണ് വിഷം നൽകിയത് എന്നും മന്ത്രിയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും അവർ തുറന്നു പറയുന്നു. മന്ത്രിയും കുറ്റം സമ്മതിച്ച് കീഴടങ്ങുന്നുണ്ട്. പക്ഷേ അതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉള്ളതുപോലെ യാൻഷിങ്ങിനും ഷൂവിനും ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയായിരുന്നു ഷെന്തുവിനും. അവൻ മന്ത്രിയുടെ അടുത്തെത്തി അയാളെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആദ്യമൊന്നും അയാൾ സത്യം പറയാൻ തയ്യാറാവുന്നില്ല. അവൻ അയാളെക്കുറിച്ച് ഉപദ്രവിച്ച ശേഷമാണ് അയാൾ ശരിക്കും സംഭവിച്ചത് എന്താണ് എന്ന് പറയുന്നത്. ഷെന്തുവിന്റെ അച്ഛൻ രാജ്യദ്രോഹിയാണ് മുദ്രകുത്തി അദ്ദേഹത്തെയും കുടുംബത്തെയും മുമ്പ് വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നല്ലോ. അന്ന് അവൻ മാത്രമാണ് രക്ഷപ്പെട്ടിരുന്നത്. അന്ന് രാജ്യദ്രോഹ കുറ്റം അദ്ദേഹത്തിന് മേൽ ചുമത്തിയ സമയത്ത് ആയുധങ്ങളുടെ ഡിസൈൻ അദ്ദേഹം ശത്രുക്കൾക്ക് ചോർത്തിക്കൊടുത്തു എന്നൊരു കുറ്റം കൂടി അദ്ദേഹത്തിന്റെ തലയിൽ ചുമത്തിയിരുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തത് ഈ മന്ത്രിയായിരുന്നു. മദ്യത്തിന്റെ ലഹരിയിലാണ് അന്ന് ഞാനത് ചെയ്തത്. കുറ്റം സമ്മതിക്കാൻ പേടിയായതുകൊണ്ട് അന്ന് എന്റെ സഹോദരനുമായി നല്ല ബന്ധമുണ്ടായിരുന്ന നിന്റെ അച്ഛന്റെ തലയിൽ ഞാനത് കെട്ടിവെച്ചതാണ്. അന്ന് ഓൾറെഡി നിന്റെ അച്ഛനെ രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അപ്പോൾ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി വന്നാലും പ്രത്യേകിച്ച് അധികമൊന്നും സംഭവിക്കാനില്ലല്ലോ എന്നാണ് അന്ന് ഞാൻ കരുതിയത്. പക്ഷെ എൻ്റെ മകൻ എങ്ങനെയോ ഈ വിവരം അറിഞ്ഞ് ഇതിന്റെ പേരിൽ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം അവൻ തട്ടിയെടുത്തു. അതൊക്കെ എന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം എനിക്ക് തന്നെ അവനെ കൊല്ലാനുള്ള മാർഗങ്ങൾ തേടേണ്ടി വന്നത് എന്ന് മന്ത്രി സമ്മതിക്കുന്നു. ചെന്തുവിന് അത് വെറും ഒരു കുറ്റസമ്മതം മാത്രമായിരുന്നില്ല. തന്റെ അച്ഛന്റെ മേൽ ഉണ്ടായിരുന്ന ഒരു ആരോപണം തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് തിരികെ പോയ ശേഷം അവൻ വീട്ടിലെ ഒരു രഹസ്യ സ്ഥലത്ത് അച്ഛന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മെമ്മോറിയൽ സ്ഥലത്തേക്ക് എത്തുന്നു. അന്ന് രാജ്യദ്രോഹിയാണ് എന്ന് അച്ഛന് നേരെ ആരോപണം വന്നതും തെറ്റാണെന്ന് തന്നെയാണ് അവന്റെ വിശ്വാസം. എന്നെങ്കിലും അത് തെളിയിച്ച് അച്ഛന്റെ പേര് ക്ലിയർ ചെയ്യണമെന്നാണ് അവന്റെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് അവൻ ഇപ്പോഴും. അച്ഛൻ അവിടെ ഒളിച്ച് താമസിച്ചിരുന്ന സമയത്ത് ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ അടുത്തെത്തി അവർക്കൊപ്പം ചേരാൻ അച്ഛനെ നിർബന്ധിച്ചിരുന്നതായി ഇവൻ മറിഞ്ഞു നിന്ന് കേട്ടിരുന്നു. പക്ഷേ രാജാവിനോടുള്ള കൂറ് കാരണം അവർക്കൊപ്പം ഒരിക്കലും ചേരില്ല എന്നും രാജാവിനോട് വിശ്വസ്തനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവന്റെ അച്ഛൻ അവരെ തിരിച്ചയക്കുകയായിരുന്നു. ആ സ്ത്രീ ആരാണ്?
തങ്ങളുടെ ശത്രുവായിരുന്നോ മിത്രമായിരുന്നോ എന്നൊന്നും അവൻ അറിയില്ല. അവരുടെ മുഖവും അവൻ കണ്ടിരുന്നില്ല. എന്തായാലും അവരെ കണ്ടുപിടിച്ച് സത്യമൊക്കെ അറിയണമെന്ന് അവൻ ഇപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഷെൻഡു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ അന്നാണ് വിരുന്ന് നടക്കുന്നത് എന്ന് അസിസ്റ്റന്റ് വന്ന് അറിയിച്ചത്. മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ ഈ സമയം ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. യാൻഷിങ്ങും ചുച്ചുവും കൂടി ഒരുമിച്ചിരിക്കുകയാണ്. യാൻഷിങ് മുമ്പ് ചിച്ചി എന്നൊരു ഫ്രണ്ടിന് കത്തയക്കുന്നത് കാണിച്ചിരുന്നല്ലോ. ഇപ്പോൾ അവൾ മറുപടി അയച്ചിരിക്കുന്നത് ചുച്ചു അവളെ ഏൽപ്പിക്കുന്നു. മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ ജോലിക്കാരി ആയതിനു ശേഷമാണ് യാൻഷിങ്ങിന് ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. കത്തുകളിലൂടെ മാത്രമേ അവർ തമ്മിൽ ഇതുവരെ പരിചയമുള്ളൂ. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മിക്കവാറും ചിച്ചി ഇങ്ങനെ കത്തിലൂടെ അവിടേക്ക് പരാതിയായി അയക്കാറുണ്ട്. യാൻഷിങ്ങാണ് മിക്കവാറും അതിനെല്ലാം പരിഹാരങ്ങളും കാണുന്നത്. അങ്ങനെയാണ് അവർ തമ്മിൽ ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായിരിക്കുന്നത്. ചിച്ചി ഈ സിറ്റിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് തമ്മിൽ കാണാമെന്നായിരുന്നു ഇപ്പോഴത്തെ കത്തിൽ എഴുതിയിരുന്നത്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും യാൻഷിങ്ങിന് ചിച്ചിയുമായി കത്തിലൂടെ നല്ല ഹൃദയബന്ധമാണുള്ളത്. അതുകൊണ്ട് നേരിട്ട് അവളെ കാണാമെന്ന് ഓർത്തപ്പോൾ അവൾ ശരിക്കും സന്തോഷിക്കുന്നു. ഈ സമയത്താണ് ഇൻസ്പെക്ടർ ഷൂ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്കും കൂടി ഒരു ഗ്ലാസ് വൈൻ ഒഴിച്ച് കുടിക്കാൻ നിർബന്ധിക്കുന്നത്. അതേ സമയത്ത് തന്നെ അത് കേട്ടുകൊണ്ട് ഷെൻഡുവും അവിടേക്ക് എത്തുന്നു. അവൻ അവിടേക്ക് വരുമെന്ന് യാൻഷിങ് പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ബാക്കി എല്ലാവരും അവനെ കണ്ട് ആകെ ഷോക്കാവുന്നു. എന്നാലും എല്ലാവരും അവനെ വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും സമയം ആകെ ബഹളമായിരുന്ന ആ സ്ഥലത്ത് പെട്ടെന്ന് വല്ലാത്തൊരു നിശബ്ദത നിറയുന്നുണ്ട്. ഇൻസ്പെക്ടർ ഷൂ യാൻഷിങ്ങിനെ കുടിക്കാൻ നിർബന്ധിക്കുന്നതിന് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഷെൻഡു അകത്തേക്ക് വന്നത്. അതോടെ ഇൻസ്പെക്ടർ അവളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അവൻ വന്ന് അവർക്കൊപ്പം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഓരോരുത്തരായി വന്ന് അവൻ്റെ അടുത്ത് വൈൻ കഴിക്കാനായി ടോസ്റ്റ് ചെയ്യുന്നു. അവൻ ആരെയും നിരാശരായി മടക്കി അയക്കാതെ എല്ലാവർക്കും ഒപ്പം ടോസ്റ്റ് ചെയ്ത് കുടിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഷെൻഡു നല്ല ഫോമിലാവുന്നു. എന്നാലും അവൻ എത്രത്തോളം സമയം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് യാൻഷിങ് കൂടി അവൻ്റെ ഒപ്പം കുടിക്കുന്നുണ്ട്. അവൾ ആവശ്യപ്പെട്ടപ്പോഴും അവൻ എതിർപ്പൊന്നും പറയാതെ അവൾക്കൊപ്പവും വൈൻ കഴിക്കാൻ തയ്യാറാവുന്നു. അവൻ നല്ല ഫോമിലായി കഴിഞ്ഞുവെന്ന് മനസ്സിലായപ്പോൾ അവൾ അവനോട് തിരികെ പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ആരെ വേണമെങ്കിലും നീ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിക്കോ, അവരെ ഇടിക്കാനുള്ള ശേഷി എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷെൻഡു എതിർത്ത് നിൽക്കുകയാണ്. യാൻഷിങ്ങിന് ശരിക്കും ഒരാൾക്കിട്ട് 2 എണ്ണം കൊടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഷെൻഡു അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരാളെ തല്ലിയാൽ കൊള്ളാമെന്നുണ്ട്, സഹായിക്കുമോ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ അത് സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറപ്പെടുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അസിസ്റ്റന്റ് ലൈറ്റുമായി അവന്റെ അടുത്തേക്ക് വന്നെങ്കിലും ആരെങ്കിലും തല്ലാൻ പോകുമ്പോൾ ആരാണ് ലൈറ്റും കൊണ്ട് പോകുന്നത്, അതുകൊണ്ട് ലൈറ്റ് വേണ്ട എന്ന് പറഞ്ഞ് യാൻഷിങ് അത് കെടുത്തിയിട്ട് ഇന്ന് ഞാനാണ് നിന്റെ വിളക്കെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവനെയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തനിച്ച് നടന്നാൽ താഴെ വീഴും എന്നുള്ള അവസ്ഥയിലാണ് ഷെൻഡു. അത് മാത്രമല്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവന്റെ കാഴ്ചയ്ക്ക് നല്ല മംഗലമുണ്ട്. അക്കാര്യം അവൾക്കറിയില്ല. മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിൽ അവൻ തട്ടി വീഴാൻ തുടങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് അവനെ പിടിച്ച് ഭിത്തിയിലേക്ക് ചാടി നിർത്തുന്നു. ആ സമയത്ത് അവളുടെ മുഖം അടുത്ത് കണ്ടപ്പോൾ ഷെൻഡു കിസ് ചെയ്യാനെന്നോണം മുഖം മുന്നോട്ട് അടുപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലായതുകൊണ്ട് തന്നെ യാൻഷിങ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അസിസ്റ്റന്റിനോട് അവനെ പിടിക്കാൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയാണ് അവനെയും കൊണ്ട് മുന്നോട്ട് പോയത്. യാൻഷിങ് പറഞ്ഞ ആളെ മുഖമൊക്കെ മറച്ച് അവരുടെ അടുത്തേക്ക് അസിസ്റ്റന്റ് എത്തിക്കുന്നുണ്ട്. ഷെൻഡു അയാളെ ശരിക്കും പെരുമാറുന്നു. സ്വന്തമായി ഭാര്യ ഉണ്ടായിട്ടും മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തിയത് കാരണം ഇത്രയും കൊലപാതകങ്ങളൊക്കെ ഈ നാട്ടിൽ നടന്നത് അറിഞ്ഞിരുന്നിട്ടും നീ സ്വന്തം ഭാര്യയെ നോക്കാതെ വേറെ പെണ്ണിനെ പുറകെ പോകുന്നത് എന്താണ്? ഇനിയും ഇത് തുടർന്നാൽ നിന്റെ ഹൃദയവും ഞാൻ തുറന്നെടുക്കും എന്നൊക്കെ യാൻഷിങ് അവിടെ നിന്ന് അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അവർ അവിടെ നിന്ന് പോകുന്നു. അയാൾ മുഖംമൂടി മാറ്റുമ്പോഴാണ് അത് അവളുടെ ചേച്ചിയുടെ ഭർത്താവാണ് എന്ന് നമ്മൾ അറിയുന്നത്. നേരത്തെ അയാൾ ചേച്ചിയെ അപമാനിച്ചതിന് അവൾ ഇങ്ങനെ പകരം വീട്ടിയതാണ്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ബെഡ്റൂമിലേക്ക് യാൻഷിങ് തനിച്ചാണ് ഷെൻഡുവിനെ താങ്ങിയെടുത്തുകൊണ്ട് പോയത്. അവനെ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തിയ ശേഷം അവൾ പോവാൻ തുടങ്ങുന്ന സമയത്ത് ഷെൻഡു ഉറക്കത്തിൽ കരഞ്ഞുകൊണ്ട് അവൾക്ക് നന്ദി പറയുന്നുണ്ട്. മുമ്പ് ഇത് തടവറയിൽ വെച്ച് സഹായിച്ചതിനാണ് അവൻ നന്ദി പറയുന്നത്. അത് കേട്ടപ്പോൾ യാൻഷിങ് തിരിച്ച് അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. കുട്ടിക്കാലത്ത് ഷെൻഡുവിനെ കുറെ നാൾ തടവിൽ പാർപ്പിച്ചിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോളിലൂടെ യാൻഷിങ് അതിനുള്ളിൽ കടക്കുകയും അവന് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ അവൾ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. ഒരു തവണ കാവൽക്കാർ അവളെ കണ്ട് അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അതെല്ലാം ഉണ്ട്. തന്നെ ഇപ്പോഴും അവൻ ഓർക്കുന്നുണ്ട് എന്നാണ് അവൾ കരുതിയത്. അതറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്യുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഷെൻഡു രാജ്ഞിയുടെ അസിസ്റ്റന്റിന് നന്ദി പറഞ്ഞത്. അതോടെ തന്നെക്കുറിച്ചല്ല അവൻ പറഞ്ഞത്. ഇതൊന്നും അവൻ ഓർമ്മയില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പോകുന്ന കൂട്ടത്തിൽ ദേഷ്യം തീർക്കാൻ വേണ്ടി അവനിട്ടൊരു തൊഴിയും കൂടി കൊടുത്തിട്ട് പോകാമെന്ന് കരുതി അവൾ തൊഴിക്കുന്നുണ്ടെങ്കിലും കട്ടിലിൽ ചെന്ന് കാലിടിച്ച് അവൾ മറിഞ്ഞു വീഴുന്നു. ആ സമയത്ത് അവിടെ തൂക്കിയിട്ടിരുന്ന ലൈറ്റിൽ അവളുടെ നെറ്റി ചെന്ന് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ നെറ്റിക്കും പരിക്ക് പറ്റുന്നു. വീഴ്ചയിൽ നടുവിനും നല്ല പരിക്ക് പറ്റുന്നുണ്ട്. അവൾ പതുക്കെ എഴുന്നേറ്റ് നടുവും തടവിക്കൊണ്ട് പോയി കിടന്നുറങ്ങുന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ? അടുത്ത ദിവസം രാവിലെ അവൾ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഷെൻഡുവും എഴുന്നേറ്റത്. അപ്പോഴേക്കും ജോലിക്കാർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിക്കൊണ്ട് വെച്ചിരുന്നു. അവളുടെ നെറ്റിയിലെ പരിക്കും അവളുടെ നടപ്പുമൊക്കെ കണ്ടപ്പോൾ തലേ ദിവസം രാത്രി അറിയാതെ താൻ അവളെ എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്ന് ഷെൻഡുവിന് സംശയമാവുന്നു. അവളാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നതുമില്ല. കഴിക്കാൻ ചെന്നിരുന്നപ്പോൾ യാൻഷിങ് ഇടയ്ക്ക് അവനെ തന്നെ നോക്കുന്നുണ്ട്. താൻ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടായിരിക്കുമെന്ന് കരുതി ഷെൻഡു പെട്ടെന്ന് അവന്റെ മുന്നിലിരുന്ന പാത്രത്തിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് അവളുടെ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുന്നു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ തിരിച്ചെന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ട് അവളും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് അവന്റെ പാത്രത്തിലേക്കും വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ
അതിൽ നിന്ന് കുറച്ച് താഴെ വീണു പോകുന്നു. ഷെന്തു ഒരു പരാതിയും പറയാതെ അതെല്ലാം പെറുക്കി പാത്രത്തിലേക്ക് വെച്ചിട്ട് അത് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്താണ് ആദ്യം അവൾ രക്ഷിച്ച ആ പയ്യൻ അവളുടെ അടുത്തേക്ക് വന്നത്. അവനിപ്പോൾ ചുച്ചുവിന്റെ വീട്ടിലെ ജോലിക്കാരനാണ്. കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിൽ ടെസ്റ്റ് എഴുതി കയറാമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ അവൻ അവളുടെ അടുത്ത് തന്നെ കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ടാണ് ചുച്ചുവിന്റെ വീട്ടിലെ ജോലിക്കാരനായി കയറിയിരിക്കുന്നത്. അവളുടെ നെറ്റിയിലെ പരിക്ക് കണ്ടിട്ട് എന്ത് സംഭവിച്ചതാണ് എന്ന് അവൻ അന്വേഷിക്കുന്നു. ഷെന്തു അവളെ ഉപദ്രവിച്ചതാണോ എന്നും അവൻ ചോദിക്കുന്നുണ്ട്. തലേദിവസം രാത്രി ഒരുപാട് വൈൻ കഴിച്ചതുകൊണ്ട് അതിന്റെ ഹാങ് ഓവർ മാറാനുള്ള ഒരു മെഡിസിനും കൊടുത്താണ് ചുച്ചു അവനെ അയച്ചിരുന്നത്. അവൻ യാൻഷിങ്ങിന്റെ അടുത്ത് ഇത്ര സ്വാതന്ത്ര്യം കാണിക്കുന്നതും അവൾ അവനോട് തിരിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്നതുമൊക്കെ കണ്ടപ്പോൾ ഷെന്തുവിന് അസൂയ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജോലിക്കാരനോട് അവനെ എന്തിനാണ് അകത്തേക്ക് വിട്ടതെന്ന് ചോദിച്ച് അവൻ വഴക്കുണ്ടാക്കുന്നുണ്ട്. നടുവിനെ നല്ല പരിക്ക് പറ്റിയിരുന്നതിനാൽ അന്ന് ഏന്തി വലിഞ്ഞാണ് യാൻഷിങ് ഓഫീസിലേക്ക് ചെന്നത്. അവളുടെ നെറ്റിയിലെ പരിക്കും നടപ്പും ഒക്കെ കൂടി കണ്ടപ്പോൾ ഷെന്തു അവളെ ഉപദ്രവിച്ചതാണ് എന്ന് അവിടെയുള്ളവരെല്ലാം കരുതുന്നു. എന്ത് സംഭവിച്ചതാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് മറിഞ്ഞു വീണതാണ് എന്നാണ് അവൾ പറഞ്ഞത്. വീട്ടിൽ ഉപദ്രവം ഏൽക്കുന്ന എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എക്സ്ക്യൂസുകൾ പറയാറുള്ളത് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവളെ കളിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മന്ത്രി വു അവളെക്കാൾ മോശം നിലയിൽ അങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ പിടലിയൊക്കെ ഉളുക്കിയിട്ട് നേരെ നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതേപോലെ മോശമായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ. എന്ത് പറ്റിയതാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും മറിഞ്ഞു വീണു എന്ന് തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത്. അങ്ങേർക്കൊരു മിസ്ട്രസ് ഉണ്ട് എന്ന് പറഞ്ഞ ഭാര്യയും വീട്ടുകാരും കൂടി തല്ലി ഈ പരുവമാക്കിയതാണ്. യാൻഷിങ്ങുമായി മീറ്റ് ചെയ്യാമെന്ന് ചിച്ചി പറഞ്ഞിരിക്കുന്നത് അന്നാണ്. അതുകൊണ്ട് യാൻഷിങ് അന്ന് അവളെ മീറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. അവൾ ഏന്തി പോകുന്നത് കണ്ട് ശരിക്കും ഷെന്തു അവളെ ഉപദ്രവിച്ചതാണോ എന്ന് ചുച്ചുവും അവളോട് ചോദിക്കുന്നു. ഇത് ഞാൻ തന്നെ ഒപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് യാൻഷിങ് അവിടെ നിന്ന് പോകുന്നു. ചുച്ചുവിന് സ്വതന്ത്രമായി എങ്ങോട്ടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവളുടെ അച്ഛൻ്റെ ഒരു സഹായം കാരണം അവൾ പോകുന്ന സ്ഥലമൊക്കെ അച്ഛൻ അപ്പോൾ തന്നെ അറിഞ്ഞ് അവളെ തിരികെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് അവൻ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്ത് അവനെ ഒഴിവാക്കി നിർത്തിയിട്ട് ഒന്ന് കറങ്ങാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ. ജിയാങ് എന്നാണ് അവൻ്റെ പേര്. നേരിട്ട് കൊടുത്താൽ അവൻ ഒന്നും വാങ്ങില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ ഫുഡ് വാങ്ങിയ കടയിൽ നേരത്തെ തന്നെ അവൾ പോയി ഫുഡിനുള്ളിൽ ഗോൾഡ് ഒളിപ്പിച്ചു വെച്ചിരുന്നു. കഴിക്കുന്ന സമയത്ത് ജിയാങ്ങിന് അത് കിട്ടുന്നുണ്ട്. അവളാണ് അതിന്റെ പിന്നിലെന്ന് മനസ്സിലാവുന്നതിനാൽ അവൻ അത് അവൾക്ക് തിരികെ നൽകുന്നു. കുട്ടിക്കാലത്ത് ചുച്ചു ഒരു തവണ അവളുടെ അച്ഛനൊപ്പം അതുവഴി പോകുന്ന സമയത്ത് വഴിയരികിൽ ഭിക്ഷക്കാരനായിരുന്ന അവനെ കണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവൾ ഒരു സ്വർണ്ണ നാണയം വാങ്ങി അവന് നൽകിയിരുന്നു. അന്ന് മുതൽ അവളുടെ എന്ത് സഹായത്തിനും കൂടെ ഉണ്ടാവുമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് ജോലിക്കാരുണ്ട്, നിന്നെ പോലെ ഒരാളുടെ സഹായം ആവശ്യമില്ല, നീ നിന്റെ ജീവിതം ജീവിക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പക്ഷെ അന്ന് മുതൽ അവളുടെ സഹായിയായി അവൻ ഇങ്ങനെ കൂടെ തന്നെ ഉണ്ട്. അവന് അവളോട് ശരിക്കും ആരാധനയും ബഹുമാനവും ഒക്കെയാണ്. യാൻഷിങ് ഈ സമയം ചിയുമായി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. മുമ്പ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കത്തുകളൊക്കെ അവൾ തെളിവുകളായി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ചിച്ചി അവിടെ എത്തുന്നതിന് മുമ്പ് അവളുടെ അച്ഛൻ്റെ വീട്ടിലെ ജോലിക്കാരൻ അവിടെ എത്തിയിട്ട് അച്ഛന് തീരെ സുഖമില്ല, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് അറിയിക്കുന്നതിനാൽ അവൾക്ക് പെട്ടെന്ന് പോവേണ്ടി വരുന്നു. അവൾ വെയിറ്റ് ചെയ്തിരുന്ന ചിച്ചി അത് കഴിഞ്ഞപ്പോൾ അവിടെ എത്തുന്നുണ്ട്. അവൾ പ്രതീക്ഷിച്ചതുപോലെ അതൊരു പെണ്ണായിരുന്നില്ല, മറിച്ച് ഒരാണായിരുന്നു. പാഞ്ചി എന്നാണ് അവന്റെ ശരിക്കുള്ള പേര്. അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യമായി പോവേണ്ടി വന്നിരിക്കുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും കാണാമെന്ന് ഒരു കുറിപ്പ് അവൾ അവിടെ എഴുതി വെച്ചിരുന്നത് അവന് കിട്ടുന്നു. ശരിക്കും യാൻഷിങ്ങിന്റെ അച്ഛന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. മന്ത്രിയാണ് അവിടെ വന്നിരുന്നുകൊണ്ട് അവളെ വിളിപ്പിച്ചത്. ഷെന്തുവിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന രഹസ്യ വിവരങ്ങളൊക്കെ നൽകണമെന്ന് അയാൾ അവളെ ഏൽപ്പിച്ചിരുന്നതാണല്ലോ. അവൾ ശരിക്കും എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നതിന് പകരം അവൻ ഓരോ ദിവസവും എന്ത് ചെയ്തു എന്നൊക്കെ ആണ് എഴുതി റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അവൾ തന്നെ കളിയാക്കുകയാണ് എന്നാണ് മന്ത്രിക്ക് തോന്നിയിരുന്നത്. അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയായിരുന്നു അയാൾ ഇപ്പോൾ അവിടേക്ക് വന്നത്. ഇതിൽ കൂടുതലൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് യാൻഷിങ് തുറന്ന് പറയുന്നുണ്ട്. ഭർത്താവ് എന്ന നിലയിൽ ഷെന്തുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതുകൊണ്ടായിരിക്കണം അവൾക്ക് അവനെതിരായി ഒന്നും ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അവൾ വിചാരിക്കുന്നത് പോലെ അവൻ അത്ര നല്ലവനൊന്നുമല്ല. അവന്റെ അച്ഛൻ രാജ്യദ്രോഹിയാണ് എന്നതിന് തെളിവുകൾ നൽകിയത് അവൻ തന്നെയാണ്. അത്രയ്ക്ക് ക്രൂരനാണ് അവൻ എന്നൊക്കെ മന്ത്രി എന്ന് അവളോട് പറയുന്നുണ്ട്. യാൻഷിങ്ങിന് അതിനെക്കുറിച്ച് ഇതുവരെ അറിവില്ലായിരുന്നു. ഷെന്തു ഇങ്ങനെ ഒരു ക്രൂരകൃത്യം കൂടി ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞ് അവൾ ആകെ ഷോക്കായി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.